കുറെ ആളുകൾ കൂട്ടം കൂടിയിരുന്ന് രാവിലെ സങ്കടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലത്തെ പണിയുടെ ക്ഷീണവും ഇന്നലെ ഞങ്ങൾക്ക് വന്ന സൂപ്പർവൈസറിൻ്റെ ആക്രോശവും കഴിഞ്ഞ ദിവസത്തെ പണിയുടെ ഇടയ്ക്കുണ്ടായ ബഹളങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ട് തങ്ങളിൽ തന്നെ പദം പറഞ്ഞ് കരയുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, താടിക്ക് കൈ കൊടുത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ വിഭിന്നമായ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ജനസമൂഹം, അതിലെ കുറച്ച് ആളുകളാണ്. അവര് ഓരോ ദിവസവും ഫെഡപ്പായിക്കൊണ്ടിരിക്കുക. ഒന്ന് സഹായിക്കാൻ ആരുമില്ല. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റിയ ആരും അവരുടെ നടുവിലില്ല. ആർക്കും അതിനുള്ള ധൈര്യമില്ല. എന്തായാലും ജീവൻ പോകുന്നോടം വരെ ഈ ഒരു കഷ്ടപ്പാട് മാറത്തില്ല, ഈ ഒരു വേദന മാറത്തില്ല എന്ന് പറഞ്ഞ് വളരെ വേദനിക്കുന്ന ചില ആളുകൾ. എങ്ങനെ ഇതിനകത്തു നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ പറ്റും? ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ശതമാനം പിടിച്ചു വെക്കപ്പെട്ടവരായി മാറുന്ന ആളുകൾ. നിയമങ്ങൾ കഠിനമാക്കിക്കൊണ്ട് അത് സാധാരണക്കാരൻ്റെ തലയിൽ പ്രഖരമായി ഓരോ ദിവസവും കടുപ്പം കൂടുന്നതല്ലാതെ അല്പം പോലും അയവ് വരുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് നിയമത്തിനും ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് ആ പാവപ്പെട്ട ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആര് ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിനോട് ഒന്ന് മധ്യസ്ഥത പറയും? ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. നിങ്ങൾക്ക് ഈ ജനവിഭാഗത്തെ മനസ്സിലായി കാണും. വേറെ ആരുമല്ല, ഇസ്രായേലിയരായ ദൈവം തെരഞ്ഞെടുത്ത തൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ. രാവിലെ കൂടുമ്പോൾ അവർക്ക് ഇതേ പറയാനുള്ളൂ. ഇന്നലത്തെ ജോലി സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പീഡനം സഹിക്ക വയ്യാതെ, വെള്ളം കുടിക്കാൻ പോലും വിടാതെ കഠിനമായി പണിയെടുപ്പിക്കുന്ന ആളുകൾ, കണ്ണി ചോരയില്ലാത്ത മനുഷ്യര്. ഇങ്ങനെ ആളുകളുണ്ടോ എന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങൾ. ആരോട് പറയാൻ പറ്റും? എവിടെ പോയി ആരോട് പരാതി പറയാൻ പറ്റും? പരാതി കേൾക്കാൻ പോലും ആൾക്കാർക്ക് നേരമില്ല. കണ്ണുനീര് മാത്രം. രാത്രി കിടന്നുറങ്ങുമ്പോഴും പകലത്തെ ജോലിയുടെ ആ ഭാരം, ശരീരവേദന, മുട്ട് കൈകാലുകൾക്ക് വേദന, വന്നു കിടന്ന് മയങ്ങി ഉറങ്ങിപ്പോകുന്ന ആളുകൾ. സന്തോഷം എന്താണെന്ന് ചില മാസങ്ങളായി അല്ല വർഷങ്ങളായിട്ട് സന്തോഷം നേരിട്ട് കാണാൻ കഴിയാത്ത കുറെ ആളുകൾ. പരസ്പരം കാണുമ്പോൾ വിങ്ങിപ്പൊട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കണ്ണുകൾ. സ്തോത്രം. ആരോട് വേദന പങ്കുവെക്കാൻ പറ്റും? ലളിതമായ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സന്തോഷം അവസാനിപ്പിക്കുന്ന ആളുകൾ. തങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ കളിച്ചു വളർന്ന് സന്തോഷിച്ച് മാതാപിതാക്കന്മാരോടുകൂടെ സന്തോഷിക്കേണ്ട ആ ചെറുബാല്യങ്ങൾ അടിമകളായി മാറാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം. എൻ്റെ പ്രിയരെ, ഈ കണ്ണുനീരിന് നടുവിലാണ് മോശ ദൈവം മൂലം ഈ ജനത്തോട് സംസാരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച്
അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ഒന്ന്. 2, നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. വിടുവിക്കും, വീണ്ടെടുക്കും. ഈ 2 കാര്യം ആയുസ്സിൽ നടക്കുകയെന്ന് ചിന്തിച്ച കുറച്ച് ആളുകളാണ് ഇവര്. അവരോടാണ് മോശ മുഖാന്തരം ദൈവമായ യഹോവയായ കർത്താവായ എല്ലാത്തിൻ്റെയും കാരണഭൂതനായ സർവശക്തനായ ദൈവം സംസാരിക്കുന്നത്. ദൈവം അവരോട് പറയാ, ഞാൻ നിങ്ങളെ വിടുവിക്കും. എത്രയോ നാളുകളായി ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജനം പിടിച്ചു വച്ചിരിക്കുക. അവിടെയാണല്ലോ വിടുതൽ എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി വർദ്ധിക്കുന്നത്. പിടിച്ചു വച്ചിരിക്കുക, വിടാതെ പിടിച്ചു വച്ചിരിക്കുക, ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ പിടിച്ചു വച്ചിരിക്കുക. ആർക്കും അവൻ ഇവരെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ, ഇവർക്ക് വേണ്ടി ഒരു വാക്കുച്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയ്ക്ക് ഭാരമേറിയ മുഖം വെച്ച് ഇവരെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുക. അവരോടാണ് അവരൊരു പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ ഒരാശ്വാസത്തിന്റെ വാക്ക് ലഭിക്കുന്നത്. ഞാൻ നിങ്ങളെ വിടുവിക്കും. എവിടെന്നാ? ഈ അടിമത്തനത്തിൽ നിന്ന്, ഈ അടിമയിൽ നിന്ന്, ഊഴിയ വേലക്കാരുടെ സ്തോത്രം, ഈ അടിമത്തനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. സ്തോത്രം. അടിമത്തം, അടിമ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കത് പറഞ്ഞു വിടാൻ എളുപ്പമാണ്. പക്ഷേ പണ്ട് കാലങ്ങളിൽ അടിമ വ്യവസായം നിലനിന്നിരുന്ന കാലമുണ്ടായിരുന്നു. നമ്മുടെ ഈ രാജ്യത്തും ഉണ്ടായിരുന്നേ. ചരിത്രം പഠിച്ചവർക്കറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇസ്രായേൽ മക്കളുടെ കാര്യം പറയാം. അടിമകൾ നിലനിന്നിരുന്ന, അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിശ്വാസം. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മോശം ജീവിച്ചിരിക്കുന്നത്. ദൈവം മോശയോട് പറയാം, ഞാൻ അവരെ വിടുവിക്കാം, ഞാൻ വിടുവിക്കാൻ പോവാം. രണ്ടാമത്, ഞാൻ അവരെ വീണ്ടെടുക്കാൻ പോവാം. സ്തോത്രം. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരുവിന്റെ കയ്യിൽ അന്യാധീനപ്പെട്ടു പോയതിനെ, തൻ്റേതായിരുന്നു പക്ഷെ അന്യാധീനപ്പെട്ടു പോയി, അതിനെ വില കൊടുത്ത് വീണ്ടെടുക്കുക. വീണ്ടെടുക്കുക. സ്തോത്രം. അന്യാധീനപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാൻ അവരൊരു ശ്രമം നടത്തുകയല്ല, ഞാൻ എടുക്കും തന്നെ പറയുക. ഞാൻ അവരെ വീണ്ടെടുക്കും. പക്ഷെ അവരെ വീണ്ടെടുക്കാൻ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് ദൈവം പറയുന്നുണ്ട് അവിടെ. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട്, സദൃം മഹാശിക്ഷാവിധികൾ കൊണ്ട് 10 ബാധ ആ രാജ്യത്തെ ശരിക്കും പിടിച്ചുലച്ചു കളഞ്ഞു. അല്ലേ? ഫറവോൻ അവസാനം ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ജനത്തെ വിട്ടു. ചെങ്കടലിന്റെ നടുവിൽ വന്നപ്പോൾ പോകാൻ ഇനി വഴിയില്ല. നീട്ടിയ ഭുജം അവിടെ അവർക്ക് വഴിയായി, ഓപ്പണായി. പക്ഷെ ഇവർക്ക് ശിക്ഷാവിധിയായി. ആർക്ക്? മിസ്രയീം സൈന്യത്തിന്, ഫറവോനും തന്റെ സൈന്യത്തിനും. അത് ശിക്ഷാവിധിയായപ്പോൾ നീട്ടിയ ഭുജം ദൈവമക്കൾക്ക്, ഇസ്രായേലിയ മക്കൾക്ക്, ആമേൻ, ചെങ്കടലിലൂടെ ഒരു വഴിയായി മാറി. എന്റെ പ്രിയരെ, വിടുതലില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവായ യേശുക്രിസ്തു ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു വിടുതൽ കൽപ്പിച്ചാക്കുകയാണ്. വീണ്ടെടുക്കാൻ ആരുമില്ല എന്നോർത്ത് ഭാരപ്പെടണ്ട. നിങ്ങളെ വീണ്ടെടുക്കാൻ കാൽവറിയുടെ കുലമരത്തിൽ സ്വന്തം ശരീരം മാത്രമല്ല, ആമേൻ, സകലവും നമുക്കായി കൊടുത്തു തീർത്തു. ടെറ്റലസ്റ്റായി നിവർത്തീകരിച്ച് എന്നെ നിങ്ങളെ വീണ്ടെടുത്തു.
പാപത്തിന്റെ അധീനതയിൽ നിന്ന്, ശത്രുവായ സാത്താന്റെ പിടിയിൽ നിന്ന് എന്നെ നിങ്ങളെ വീണ്ടെടുത്തു. എന്തിനാണെന്നറിയോ? നമ്മളെ സ്വതന്ത്രരാക്കാൻ, അടിമയിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ. ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? റിയലി? വിടുതലില്ലാതെ ഭാരപ്പെടുകയാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാ. ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, എവിടെയാണോ പിശാച് നിങ്ങളുടെ നന്മകളെ എടുത്തുകൊണ്ടു പോയത്, അത് വീണ്ടെടുത്ത് തരുവാൻ ഈ ദൈവശക്തി മാത്രമേ കഴിയൂ. യഹോവയായ ദൈവം മോശയിലൂടെ പറയുക, ഞാൻ അവരെ വിടുവിക്കും, ഞാൻ അവരെ വീണ്ടെടുക്കും. വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുക. കർത്താവിനെ വീണ്ടെടുക്കും, കർത്താവിനെ വിടുവിക്കും. സാധാരണ ഇന്നൊരു വിടുതലിന്റെ ദിനമാണ് നിങ്ങൾക്ക്. ആമേൻ. ഈ പ്രഭാതത്തിൽ വിടുതലോടെ രാവിലെ എഴുന്നേറ്റ് ജോലിയുള്ളവർ ജോലിക്ക് പോവുക. സാധാരണ വീട്ടിൽ മറ്റ് ജോലികൾ ചെയ്യുന്നവർ അത് ചെയ്യുക. മറക്കരുത്, ഒരു വിടുതലെന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഇവിടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഒരു വിടുതൽ അവർ ആഗ്രഹിക്കുന്നു. ദൈവശക്തിയാലുള്ള വിടുതൽ ഇന്ന് പകൽ അവരുടെ ശരീരത്തിൽ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ സമസ്ത മണ്ഡലങ്ങളിലും ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. കർത്താവേ, അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണമേ. ഓ, വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, ആ വീണ്ടെടുപ്പിന്റെ ഗൗരവം അവർ തിരിച്ചറിയുവാൻ അവരുടെ ചെറിയ ബുദ്ധിയിൽ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. ദൈവകൃപയാൽ നിറയ്ക്കണമേ. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ അവരെ സഹായിക്കണം. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, മറക്കരുത്, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിനകത്തുണ്ട്. ഒരു വിടുതൽ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് കൈവച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.